ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് അൽ ഫിഖുൽ ഇസ്ലാമിൻ്റെ ഹാഫ് ഇയർലി എക്സാം ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. 2024 ഹാഫ് ഇയർലി എക്സാമിൻ്റെതാണ്. ഒളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളം. ഒളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളമാണ് ഏത്? ഇവിടെ മഴവെള്ളം, കടലിലെ വെള്ളം, ലൈം ജ്യൂസ്. അതായത് നാരങ്ങാ വെള്ളം തോഹിറായ വെള്ളമാണ്. അത് ഉളൂ ചെയ്യാൻ പറ്റൂല. കടൽ വെള്ളം, മഴവെള്ളമൊക്കെ തൊഹൂറാണ്. തൊഹൂറായ വെള്ളമാണ് മഴവെള്ളം, കടൽ വെള്ളം. അപ്പോൾ തൊഹൂറായ വെള്ളം കൊണ്ട് നമുക്ക് ഉളൂ ചെയ്യാൻ പറ്റാത്തത് ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം. അടുത്തത് ഉളൂ മുറിയും. എങ്ങനെയാണ് ഉളൂ മുറിയുക? ഇവിടെ മൂത്രിച്ചാൽ, കുളിച്ചാൽ, തൂങ്ങി ഉറങ്ങിയാൽ. തൂങ്ങി ഉറക്കം കൊണ്ടൊന്നും ഉളൂ നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിപ്പിടം ഉറപ്പിച്ചുള്ള. ഇവിടെ മൂത്രിച്ചാലാണ്. മുൻതോരത്തിലൂടെയോ പിൻതോരത്തിലൂടെയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടൽ, ഉളൂ മുറിയുന്ന കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തതാ കുളിയുടെ ഫർളുകൾ. കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2 2. നിയ്യത്ത്, ശരീരം മുഴുവനും വെള്ളമെത്തൽ. ദീനിൻ്റെ തൂണാണ് നിസ്കാരം. ദീനിൻ്റെ തൂണാണ്. എന്നെ നേർമാർഗത്തിലാക്കണമേ. എന്തിൻ്റെ അർത്ഥമാണ് എന്നെ നേർമാർഗത്തിലാക്കണേ എന്നത്? വഹദിനി എന്നതാണ് എന്നെ നേർമാർഗത്തിലാക്കണേന്ന്. വർസുക്കിനി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വേണ്ടതെല്ലാം നൽകണമേ. വാഫിനി എൻ്റെ ആരോഗ്യം നിലനിർത്തണമേ. എന്നാണ് വാഫിനി എന്നുള്ളത്. അടുത്തതാ വിസർജനം പാടില്ല. എങ്ങനെ? ഇരുന്നു കൊണ്ട് പൊതുവഴിയിൽ, ടോയ്ലറ്റിൽ. എവിടെയാണ്? പൊതുവഴിയിൽ വിസർജനം പാടില്ല. ഇത്തക്കൂലായിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അടുത്തതാ ചേരുംപടി ചേർക്കാനാണ്. നമ്മുടെ കുനൂത്താണ്. എന്താണ്? വതവല്ലനി ഫീമൻ തവല്ലൈത്. അപ്പം അതിൻ്റെ ഈ നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. വക്കിനി ഷർറമാ കളൈത്ത്. അപ്പം അതിൻ്റെ എ കൊടുക്കാം. വബാരിക്കിലി ഫീമാ അഴുത്തൈത്ത്. അപ്പം അതിൻ്റെ ഡി. വാഫിനി ഫീമൻ ഓഫൈത്ത്. അപ്പം അതിൻ്റെ ബി ഏതാ? ഇഹ്ദിനി അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത്ത്. അപ്പം അതിൻ്റെ സി ഏതാ? അപ്പോൾ കുനൂത്താണ് മാച്ച് ചെയ്യാൻ വന്നത്. ഇതുപോലെ മറ്റു ദുആകളും അത്തഹിയാത്ത് ഒക്കെ ഉണ്ട്, സ്വലാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നായി പഠിക്കുക. ഇനി റിവിഷനായിട്ട് ഈ ചോദ്യപേപ്പർ ഉപയോഗിക്കുന്നവർ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താ വന്നത്? ഹനീഫൻ മുസ്ലിമൻ. എന്താണ്? ഞാൻ ഡാഷ്. എന്താണ്? ഹനീഫൻ മുസ്ലിമൻ, ഞാൻ നേർമാർഗത്തിലുള്ള മുസ്ലിമാണ്. അടുത്തതോ ലാ യദില്ലു മൻ വാലൈത്. എന്താണ്? നീ സ്നേഹിച്ചവർ നിന്ദ്യനാവുകയില്ല. ഇട്ട ഭാഗം സ്നേഹിച്ചവർ എന്ന് എഴുതണം. നീ സ്നേഹിച്ചവർ നിന്ദ്യനാവുകയില്ല. അടുത്തതോ തോഹിറായ വെള്ളം കൊണ്ട് എന്താണ്? ശുദ്ധിയാക്കാൻ പറ്റില്ല. തോഹിറായ വെള്ളമാണ്. തൊഹൂറായ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്. തോഹിറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റില്ല. അടുത്തതാ ഉളൂയിൽ തല മുഴുവൻ ഡാഷ് തവണ തടവണം. എത്ര തവണയാണ്? 3 തവണ. തല മുഴുവനും 3 തവണ തടവണം. ഉളൂവിൻ്റെ സുന്നത്തുകൾ പറഞ്ഞിരുന്നു. അപ്പം അതിൽ നിന്നാണ് വന്നത്, മനസ്സിലാക്കുക. അതുപോലെ സൂക്ഷിച്ച് കഴുകേണ്ട ഭാഗങ്ങൾ, കയറ്റി കഴുകേണ്ട ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇനി അന്യ സ്ത്രീ പുരുഷന്മാരുടെ മുടി, പല്ല്, നഖം. മുടി ഇവിടെ ഉണ്ട്. പല്ല്, നഖം എന്നിവ തമ്മിൽ ചേർന്നാൽ ഉളൂ മുറിയില്ല. മനസ്സിലാക്കുക. അടുത്തതാ വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. അടുത്തത്
ഒറ്റവാക്കിൽ ഉത്തരം എഴുതണം. ശുചീകരണത്തിന് പറ്റുന്ന വെള്ളമല്ലാത്തൊരു വസ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ, കല്ല്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വസ്തു എഴുതാൽ മതി. ശൗചം ചെയ്യാൻ ഉപയോഗിക്കുന്നത് കല്ല്, ടിഷ്യൂ പേപ്പർ. വെള്ളമില്ലെങ്കിൽ ഉപയോഗിക്കുക, മനസ്സിലാക്കുക. അടുത്തതാ ഹെൽകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധി. ഹെൽകാരി നിസ്കരിക്കൽ ഹറാമാണ്. പൂർണ്ണമായി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ എന്ത് ലഭിക്കും? പൂർണ്ണമായി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ എത്ര? ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4ആണ്. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4 ഉളൂ മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇനിയാ ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയുമോ? ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയും. അവർ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. അപ്പോൾ അവിടെ ഉളൂ മുറിയും. അടുത്ത് കുളിയുടെ ഒന്നാമത്തെ ഫർള്. കുളിക്ക് 2 ഫർളാണ്. 1 നിയ്യത്ത്, 2 ശരീരം മുഴുവനും വെള്ളം ഒഴുക്കൽ. അപ്പോൾ ഇവിടെ നിയ്യത്ത് എഴുതാം. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. എഴുത്തിലാലിൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇതുപോലെ 2 സുജൂദുകൾക്കിടയിലെ ദിക്ർ. പിന്നെ സുജൂദിൽ ചൊല്ലേണ്ടത്, റുകൂയിൽ ചൊല്ലേണ്ടത്, അതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്തത് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്ത്? ഏത് കർമ്മമാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞതെന്നാണ്. എന്താണ്? നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ശാപനിമിത്തമായ 2 കാര്യങ്ങൾ ഏതെല്ലാം? ഇത്തക്കൂലായിനേൻ. ഏതൊക്കെയാണ്? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കലാണ് ശാപനിമിത്തമായ 2 കാര്യങ്ങൾ. പെരുന്നാളിനുള്ള കുളിയുടെ നിയ്യത്ത്. എന്താണ് പെരുന്നാളിൻ്റെ കുളിയുടെ നിയ്യത്ത്? സുന്നത്തായ കുളിയാണ്. അപ്പോൾ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? സുന്നത്തായ കുളിക്ക് പെരുന്നാളിൻ്റെതാണെങ്കിൽ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് കരുതേണ്ടത്. അത് ജുമയുടെ സുന്നത്ത് കുളിയാണെങ്കിലോ ജുമയുടെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തതാ 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ എന്ത് ചൊല്ലണം? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. റബ്ബി ഒഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബി ഒഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നാണ് 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലേണ്ടത്. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താ? ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അടുത്തെന്താണ്? അടുത്തത് നീ സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ്. അറബിയിൽ എഴുതണം. എന്തായിരുന്നു? ഇന്നക ഹമീദും മജീദ്. നീ സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ്. ഇന്നക ഹമീദും മജീദ്. അപ്പോൾ നമ്മൾ അവസാനത്തെ പാഠങ്ങൾ നിസ്കാരത്തിൻ്റെ ദിക്ർ, ദുആകൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ചാലാണ് ഇത് എഴുതാൻ കഴിയുള്ളൂ. അടുത്തതാ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സാരം എഴുതണം. എന്താണ്? നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. കുളിയുടെ സുന്നത്തുകൾ. കുളിയുടെ സുന്നത്തുകൾ നമ്മൾ പാടത്ത് പഠിച്ച്. എന്തായിരുന്നു? കിബിലക്ക് മുന്നിടുക, പിന്നെ ഔറത്ത് മറക്കുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്തോടെ ബിസ്മി ചൊല്ലി ഉളൂ ചെയ്യുക. ശേഷം ഫർലായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത്, സുന്നത്തായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയവ
തുടങ്ങിയവയും പൊക്കിള്, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ചു കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ ഉളൂവിന് ശേഷമുള്ള ദുആ ചൊല്ലുക. അദ്ദുആഉ ബഅദൽ ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ആണ് അടുത്തത് ഇവിടെ എഴുതാൻ വരുന്നത്. എന്തായിരുന്നു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇതാണ് ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ 2024 ഹാഫ് ഇയർലി എക്സാമിന് വന്ന ഫിഖ്ഹുൽ ഇസ്ലാമിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൽ പാഠഭാഗങ്ങളിൽ ഓരോന്നും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ ഉപകാരപ്പെടുത്തി കാണാം. ആദ്യം ഫിഖ്ഹുൽ ഇസ്ലാമിന് അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു പേര്. അപ്പോൾ അഹ്കാമുൽ ഇസ്ലാം എന്നുള്ള ചോദ്യപേപ്പർ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദമായിട്ട് ഒരു പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യം എങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോസ് ഉപകാരപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. ഇനി ആ വീഡിയോ എടുക്കാൻ അറിയാത്തവരൊന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ കമൻറ്റ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.